പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഇന്ന് കേൾക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ ദിവസം വരെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നടത്തി. എത്ര വിശ്വസ്തനാണ് ആ കർത്താവിൻ്റെ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം കർത്താവ് വിശ്വസ്തനാണ്. എന്തിലാണ് വിശ്വസ്തൻ? തൻ്റെ വാക്കിൽ താൻ വിശ്വസ്തനാണ്, തൻ്റെ വചനത്തിൽ താൻ വിശ്വസ്തനാണ്. താൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ പ്രോമിസ് നിവർത്തിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പറഞ്ഞ് പറ്റിക്കുന്ന ഒരു കർത്താവല്ല. പറഞ്ഞിട്ടുണ്ടോ നിശ്ചയമായിട്ടും അത് നടത്തി തരും. വാക്ക് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ കർത്താവ് അത് ചെയ്തു തരും. ഒരിക്കലും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ കർത്താവിൻ്റെ കൂടെ നമുക്ക് സമയം ചെലവിടാം. അവൻ്റെ കൂടെ ഞാൻ ബാംഗ്ലൂരിലാണ് ആയിരിക്കുന്നത്. ഷീന കൊണ്ട് തോംസുട്ടുകാരന് കഴിഞ്ഞ വർഷം അവസാനം കർത്താവ് വലിയൊരു ആഗ്രഹം, ഒരു ദർശനമാണ്, ഒരാഗ്രഹമാണ് ഉള്ളിൽ കൊടുത്തു. എല്ലാ പട്ടണങ്ങളിലും കടന്നു പോകണം, ഒന്നിച്ചിരിക്കണം. ഈ ഒരു പബ്ലിക് മീറ്റിങ്ങിനേക്കാൾ അധികമായി സഭയോട് ചേർന്ന് ഒന്നിച്ചിരുന്ന് കൂട്ടായ്മ ആചരിക്കുകയും പ്രാർത്ഥിക്കുകയും സ്പെൻഡിങ് ടൈം ടുഗദർ ഇൻ പ്രെയർ ആൻഡ് ഫെലോഷിപ്പ്. ഈ വാസ്തവത്തിൽ ഞങ്ങളോടൊക്കെ അത് പങ്കുവച്ചപ്പം ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ പോകാൻ ഒരു വലിയ ആഗ്രഹം, പോകാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും പ്രാർത്ഥിക്കാനും തമ്മി പ്രാർത്ഥിക്കാനും കരുതാനും തമ്മിലൊക്കെ മറ്റുള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാനും അങ്ങനെയൊക്കെ ഒരവസരം കിട്ടിയതുപോലെ ഇതിനെ ഞങ്ങൾ കാണുകയാണ്. ഒരു പബ്ലിക് മീറ്റിംഗ് ആയിട്ടല്ല വാസ്തവത്തിൽ ഞങ്ങൾ ബാംഗ്ലൂർ ആയിരിക്കുന്നത്. നാളെ മൈസൂറിലുണ്ട്, അതിനുശേഷം ഞായറാഴ്ച കാലിക്കറ്റിലുണ്ട്. ഒന്നിച്ച് ഇരിക്കുകയാണ്. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഒറ്റ മനസ്സോടെ, ഇൻ വൺ അക്കോർഡ് എന്നാണ് ദൈവവചനത്തിൽ പല ഭാഗങ്ങളിലും എഴുതിയിരിക്കുന്നത്. 2 or 3 gather in one accord, ഒറ്റ മനസ്സോടെ. അപ്പം ഒന്നിച്ചിരിക്കുകയും ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ഒക്കെ ചെയ്യുമ്പം നമ്മളെപ്പോലും ചിന്തിക്കാത്ത ചില മേഖലകൾ കർത്താവ് തുറന്ന് തരും. ഈ ആ ഒരു ബോണ്ടിങ്ങിന് വലിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് അവരുടെ മേലെ ഇറങ്ങി. ആ 120 പേര് ഒരു പാക്കായിട്ട് അവർ ദൈവം സിറ്റിംഗ് ടുഗദർ, ഒന്നിച്ച് ഇരുന്നു. അവിടെ എഴുതിയിരിക്കാന്ന് പെട്ടെന്ന് എല്ലാവരുടെ മേലും. ദിസ് ഇസ് ഫോർ എവരി വൺ. നോക്ക്, അവർ ഒന്നിച്ചു കൂടി ഇരുന്നപ്പം പരിശുദ്ധാത്മാവ് അയച്ചപ്പം ചിലരുടെ മേലല്ല വന്നത്. പരിശുദ്ധാത്മാവ് അയച്ചപ്പം 119 പേർക്കല്ല അത് ലഭിച്ചത്, 120 പേർക്കും അത് ലഭിച്ചു. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അപ്പം നമ്മൾ ഒന്നിച്ചിരിക്കുമ്പം അതിന് വലിയൊരു മാറ്റമാണ്. ഒന്നിച്ചിരിക്കുമ്പം അവിടെ ഇറങ്ങുന്ന അഭിഷേകത്തിൻ്റെ ലെവല് വേറൊരു ലെവലാണ്, വേറൊരു മഹത്വത്തിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത്, വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഒന്നിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകർച്ചകളുണ്ടാകും. മറ്റുള്ളവർക്ക് ഉള്ള ഒരു കൃപാവരം എനിക്കുണ്ടാകത്തില്ല, ആ കൃപാവരങ്ങളുടെ പകർച്ചയുണ്ടാകും. തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം അത് വലിയൊരു ഉത്സാഹവും വലിയൊരു ബലവും തരുന്ന ഫെലോഷിപ്പാണ് നമ്മളെ എപ്പോഴും ബലപ്പെടുത്തുന്നത്. സോ അവർ 120 പേര് ഒന്നിച്ചിരുന്നു. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പക്ഷെ അവർ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറാൻ തുടങ്ങി. നിറഞ്ഞവർ പിന്നെ അടങ്ങിയിരുന്നില്ല. They went around. When you are filled with Holy Spirit, you cannot sit idle. ഒരിക്കലും വെറുതെ ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല. യു വിൽ സ്റ്റാർട്ട് മൂവിങ്, യു വിൽ സ്റ്റാർട്ട് ഗോയിങ്. പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞ ഒരു വാക്കാണല്ലേ, അപ്പോസ്തല പ്രവൃത്തി 1:8. പരിശുദ്ധാത്മാവ് വരുമ്പം നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ എല്ലാ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. നോക്ക്,
കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് ഗലീലയിലും ആ ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിലുമാണ് കർത്താവ് ശുശ്രൂഷിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പം ആ ശുശ്രൂഷയുടെ ബാരിയേഴ്സ് എല്ലാം, അപ്പോൾ ഹോളി സ്പിരിറ്റ് ഒരു ബാരിയർ ബ്രേക്കറാണ്. ഹോളി സ്പിരിറ്റ് പ്രൈസ് നോക്ക്, ഹോളി സ്പിരിറ്റിൻ്റെ റീച്ച് നമുക്ക് ചിന്തിക്കാൻ മേലാത്തതിൻ്റെ അപ്പുറമുള്ള റീച്ചാണ് ഹോളി സ്പിരിറ്റിന് ഒരു വ്യക്തിയിൽ തരാൻ സാധിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് വരുമ്പം തമ്മിൽ സ്നേഹമുണ്ടാകും. പരിശുദ്ധാത്മാവ് വരുമ്പം ബോണ്ടിങ് ഉണ്ടാകും. അവര് ഒറ്റ മനസ്സോടെ, നമ്മളെല്ലാവരും വ്യത്യസ്ത സ്വഭാവക്കാരല്ലേ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു, വ്യത്യസ്ത വീടുകളിലാണ് നമ്മൾ ജനിച്ചത്, വ്യത്യസ്തമായ മാതാപിതാക്കളാൽ നമ്മൾ വളർത്തപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും വി ആർ ഓൾ യൂണീക്ക് പീപ്പിൾ അല്ലേ, നമ്മളെല്ലാവരും ഒരു വ്യത്യസ്തതയുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം തോമസുകാർ പറഞ്ഞപ്പം പറയുകയായിരുന്നു, നോക്കി ഒരു തേങ്ങ പോലെ വലിപ്പമുള്ളൊരു മുഖത്ത് നമുക്ക് കുറച്ച് ക്ലേ തന്നാൽ നമുക്ക് ഈ സ്കൾപ്ചർ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു കുറച്ച് ക്ലേ തന്നു കഴിഞ്ഞാൽ നമ്മളോട് ഒരു 50 മുഖങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഏകദേശമൊക്കെ അത് ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കും. കാരണം നമ്മുടെ മനസ്സിൻ്റെ അകത്തും ഭാവനയിലുള്ളതും ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷെ ഇത്രയുമുള്ള ഒരു തേങ്ങ വലിപ്പത്തിലുള്ള ഈ മുഖത്ത് നോക്കി 800 കോടി വ്യത്യസ്തമായ മുഖങ്ങൾ സൃഷ്ടിക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ എന്താണ് കർത്താവിന് അസാധ്യം? കർത്താവിന് ചെയ്യാൻ മേലാത്ത. അടുത്തയാൾ എന്നെ പോലെ അല്ല ഇരിക്കുന്നത്, വ്യത്യസ്തമാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. എന്നാൽ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇറ്റ് വിൽ ബ്രിങ് ദ വൺനെസ്. രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാർക്കും ഒറ്റ മനസ്സോടെ ഒന്നിച്ച് കൈകോർത്ത് പിടിക്കാൻ ആ പരിശുദ്ധാത്മാവ് സഹായിക്കും. നോക്ക്, ആ പരിശുദ്ധാത്മാവിനായിട്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന് എൻ്റെ കർത്താവ് അയച്ചിരിക്കുക. ഞാൻ ഒരു കാര്യത്തിലോട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. 3-ാം അധ്യായത്തിൽ അവരിറങ്ങി പുറപ്പെടാൻ തുടങ്ങിയാണ്. ആ ആരാധന ദിവസം നോക്ക്, അവർ ദേവാലയത്തിലോട്ട്, പത്രോസും യോഹന്നാനും ദേവാലയത്തിലോട്ട് കടന്നു പോവുകയാണ്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലോട്ട് കടന്നു പോകുമ്പോൾ ആ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ നോക്ക്, മുടന്തനായ ഒരു വ്യക്തി, ഭിക്ഷയാചിക്കുന്ന ഒരു വ്യക്തി, വല്ലതും കിട്ടുമെന്ന് കരുതി എല്ലാവരുടെ മുമ്പിലും കൈ നീട്ടുന്ന ഒരു വ്യക്തി ആ ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവിടെ പത്രോസും യോഹന്നാനും കടന്നു വരുമ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി ഈ വ്യക്തി കൈ നീട്ടുകയാണ്. ഞാൻ അവിടുന്ന് 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം വാക്യം മുതൽ വായിക്കുന്നു. എന്നാൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടക്കാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. നോക്ക്, കൈ നീട്ടാൻ തുടങ്ങി, എന്തെങ്കിലും സഹായം കിട്ടുമായിരിക്കും. നോക്ക്, അവിടെ എനിക്ക് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത വാക്യത്തിൽ 4-ാം വാക്യത്തിൽ പത്രോസ് യോഹന്നാനോട് കൂടെ. നോക്ക്, 2 പേരാണ്, 2 വ്യത്യസ്ത വ്യക്തികളാണ്. എന്നാൽ പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളെ നോക്ക്, ലുക്ക് ഓൺ ടു അസ്, ഞങ്ങളെ ഒന്ന് നോക്കിക്കുകയും. അതാണ് ഹോളി സ്പിരിറ്റ് ആ ബോണ്ടിങ് കൊണ്ടുവരുന്ന, ഒറ്റ മനസ്സ് കൊണ്ടുവരികയാണ്. ഇവൻ വല്ലതും കിട്ടുമെന്ന് ഓർത്ത് പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ കൈ നീട്ടി. അപ്പം അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ച്, അവിടെ എഴുതിയിരിക്കുകയാണ്, അവരെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ പത്രോസ് പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇല്ല, എന്നാൽ എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഈ എനിക്ക് എന്തുണ്ടെന്ന് അറിയുന്നവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർ പത്രോസും യോഹന്നാനും പറഞ്ഞു, അന്നത്തെ വെള്ളിയും പൊന്നും എന്ന് പറയുന്നത് അന്നത്തെ കോയിൻസ് ആണ്, അന്നത്തെ പണത്തിൻ്റെ കാര്യമാണ്. ഞങ്ങളുടെ കയ്യിൽ പണമില്ല, പക്ഷെ പണത്തിന് വാങ്ങിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം ഞങ്ങളുടെ കയ്യിലുണ്ട്. വി ഹാവ് സംതിങ് മൈറ്റിയർ ദൻ മണി. പണത്തേക്കാൾ അധികം ശക്തിയുള്ള, പണത്തേക്കാൾ ബലം തരുന്ന, പണത്തിന് വാങ്ങിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നെ കേൾക്കുന്നവരോട് പറയാം, പ്ലീസ്, പണം നല്ലതാണ്. പണം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പണമുണ്ടെങ്കിൽ പല കാര്യങ്ങൾ പ്ലീസ് നമുക്ക് വാങ്ങാൻ പറ്റും. പണമുണ്ടെങ്കിൽ നമുക്ക് ചിലരെ സഹായിക്കാൻ പറ്റും. എന്നാൽ പണത്തിന് പോലും സഹായിക്കാൻ മേലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാറില്ലേ? എന്നാൽ പണത്തിന് പോലും പരാജയപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നടത്താൻ
നടത്താൻ മേലാത്ത സ്ഥലങ്ങളിൽ നടത്താൻ പറ്റുന്ന ഒരാളുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് യേശു. ഇവിടെ ദൈവവചനം പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നോക്ക്, എനിക്കുള്ളത് അത് നിങ്ങളുടെ എല്ലാം ഉള്ളിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, യു ആർ നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. ദ ഗ്ലോറി ഓഫ് ഗോഡ് റെയിൻസ് ഇൻസൈഡ് യു. നിങ്ങളുടെ അകത്ത് ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ആ മഹത്വം ഉള്ളിൽ വസിക്കുകയാണ്. ഗ്ലോറി നിങ്ങളുടെ അകത്ത് ഇരിക്കുകയാണ്. പ്രീസ്, അകത്തൊരു മഹത്വം ഇരിപ്പുണ്ട്. അത് നോക്ക്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നതയേക്കാൾ വലിയ സമ്പന്നതയാണ് ഇത്. മനുഷ്യർക്ക് തരാൻ പറ്റുന്ന സമ്പന്നതയല്ല. ദിസ് ഈസ് ഡയറക്ട്ലി ഫ്രം ഗോഡ്. ഇത് ദൈവത്തിൽ നിന്ന് ഉള്ള ദാനമാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക്, ഉപയോഗിച്ചിരുന്ന വാക്ക്, ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ്. പരിശുദ്ധാത്മാവ് എന്ന ദാനം, പരിശുദ്ധാത്മാവ് എന്ന സമ്മാനം, പരിശുദ്ധാത്മാവ് എന്ന ഗിഫ്റ്റ്, അതിന് വില മതിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ വില മതിക്കാൻ സാധിക്കാത്ത അത് അവർ തിരിച്ചറിഞ്ഞു. ഞങ്ങൾക്കുള്ളത്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരികയാണ്. വേറൊരു അങ്ങനെ എനിക്കുള്ളത് അറിഞ്ഞ് നടക്കുന്നവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പൈസ, വെള്ളി പൊന്നും ആഗ്രഹിച്ച് എന്നാൽ വെള്ളി പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, അതല്ല, വേറൊരു ഐറ്റം. വെള്ളിക്കും പൊന്നിനും വാങ്ങിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്ലീസ് നോക്കുക, അത് വളരെ സ്പെഷ്യലാണ്. നിങ്ങളുടെ കയ്യിൽ ആ സ്പെഷ്യൽ കാര്യം, അത് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവൻ്റെ നരയാണി. ക്ഷണത്തിൽ, ആ മോമെന്റ്, ഇമ്മീഡിയറ്റ്ലി he got healed. ഇന്ന് രാവിലെയും പ്രഭാതത്തിൽ ആരോടോ പറയുകയാണ്, പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഇമ്മീഡിയറ്റ്ലി ദ ലോർഡ് ഈസ് ഗോയിങ് ടു ടച്ച് യു. ഇമ്മീഡിയറ്റ്ലി ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകും. ഇമ്മീഡിയറ്റ്ലി ഒരു ഹീലിംഗ് ഉണ്ടാകും. നോക്ക്, പിന്നെയല്ല നടന്നത്, ആ നിമിഷം, ആ ക്ഷണത്തിൽ തന്നെ അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ്റെ നരയാണികൾ ഉറച്ചു. നമുക്കറിയാം, തളർന്നവരെയൊക്കെ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരാറുണ്ട്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നത് കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് നിൽക്കുന്ന നിൽപ്പിൽ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ പലരും തളർന്നവരൊക്കെ, വളരെ കാലങ്ങളായിട്ട് തളർന്നൊക്കെ ഇരിക്കുന്നവർ, അവരെ ഒന്ന് പിടിച്ച്, ഒന്ന് സഹായിച്ച്, ഒന്ന് എഴുന്നേൽപ്പിച്ച് ഒരു വാക്ക്. തങ്കു ബ്രദർ നോക്ക്, തളർന്നിരുന്ന വ്യക്തിയാണ്. ആമോസ് സിംഗ് പാസ്റ്ററുടെ ഒരു മീറ്റിങ്ങിൽ താൻ പങ്കെടുക്കുമ്പോൾ തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തു. അന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആമോസ് സിംഗ് പാസ്റ്റർ പറഞ്ഞു, നടക്ക്, യേശുവിൻ്റെ നാമത്തിൽ നടക്ക് എന്ന് പറഞ്ഞപ്പം തങ്കു പറഞ്ഞു, എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അറിയാൻ മേലാത്തത് കൊണ്ടാണ്, എനിക്ക് ഹെഡ് ഡൗൺ, ഞാൻ പാരലൈസ്ഡ് ആണ്, എനിക്കങ്ങനെ നടക്കാൻ സാധിക്കത്തില്ല. പക്ഷേ അവര് എല്ലാവരും കൂടെ ഒന്ന് താങ്ങിപ്പിടിച്ച് ഒരു ചോട് അന്ന് നടന്നു. പക്ഷേ തമ്പ്രർ എന്നും പറയും, ആ ഒരു ചോട് ഞാൻ നടന്നത് പ്രീസ് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഐ ഗോട്ട് ഹീൽ. എൻ്റെ മനസ്സ് ഹീലിംഗ് നമുക്ക് കാണുന്ന മേഖലകളിലും കാണാത്ത മേഖലകളിലും സംഭവിക്കും. അന്ന് തമ്പ്രർ എപ്പോഴും പറയും, എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഞാൻ സൗഖ്യമായി എന്നുള്ളൊരു ബോധം. അപ്പോൾ ഫിസിക്കലി റെഡി ആയിട്ടില്ല, ഫിസിക്കലി എഴുന്നേക്കാൻ സാധിക്കത്തില്ല, ഫിസിക്കലി നടക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അന്ന് ഒരു ചോട് മുമ്പോട്ട് വെച്ചത് പ്രൈസ് ഒരു നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് സൗഖ്യമായി. അതാണ് പത്രോസും യോഹന്നാനും പറയുന്നത്, ഞങ്ങൾക്ക് അകത്ത് എന്താ ഉള്ളത്, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്കുള്ളത് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ. നോക്കി, ഈ എന്തുകൊണ്ടാണ് ഈ നസ്രായനായ യേശു എന്ന് എഴുതിയിരിക്കുന്നത്? നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ പറയാണ്, നസ്രയത്തിൽ നിന്നും വല്ല നന്മയും വരുമോ? നസ്രയം നോക്ക്, നന്മയില്ലാത്ത സ്ഥലമാണ്. ആ നന്മയില്ലാത്ത സ്ഥലത്ത് നിന്ന് എടുക്കാൻ എൻ്റെ കർത്താവിനെ നോക്കി. യേശു ആ നസ്രയത്തുകാരനായ യേശുവായിരുന്നു. നസ്രയത്തിൽ നിന്നാണ് താൻ വന്നത്. ഒരു നന്മയും ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ മരം ഉളവാകുകയാണ്. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞെടുത്ത് നിന്ന് പറയുകയാണ്, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ മറ്റൊരുവനിലും രക്ഷയില്ല. നോക്ക്, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ പറയുകയാണ്, മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒറ്റ നാമം, ഒറ്റ നാമം, ഒറ്റ നാമം, ഒറ്റ നാമം. ഇന്ന് പ്രഭാതത്തിലും എനിക്ക് പറയാനുള്ളത് ആ ഒറ്റ നാമം. അത് തന്നെയാണ് ആ 2-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, അത് കണ്ട് പത്രോസ് ജനത്തോട് പറഞ്ഞത്, ഇസ്രയേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നതെന്ന്. ഇവൻ ഈ തളർന്നു കിടക്കുന്ന ഈ വ്യക്തി ചാടി എഴുന്നേറ്റ്, നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നോർമലാണ്. ഞങ്ങളുടെ സ്വന്തം
സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് ഞങ്ങളുടെ കഴിവും ഞങ്ങളുടെ മിടുക്കും ഒന്നുമല്ല. നോക്ക്, അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്ത ഇവന് ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവർക്കും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. നോക്ക്, ഞങ്ങളുടെ സ്വന്തം ശക്തിയും ഞങ്ങളുടെ മിടുക്കും ഒന്നും അല്ല. അതാണ് അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4:7 വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, ഇവർ അവരെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. നോക്ക്, അവിടെ ശക്തിയും നാമവും 2 കാര്യങ്ങളാണ്. നോക്ക്, പവർ ആൻഡ് ദ നെയിം ഓഫ് ജീസസ്, അവൻ്റെ നാമത്തിൻ്റെ ശക്തി. ആ പവറിൻ്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. യേശു പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾക്ക് ശക്തി കിട്ടും. ആ പവർ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആ യേശു എന്ന നാമം, ആ പവറെ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. ചുമ്മാ ചില യേശു 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 എന്ന് പറഞ്ഞാൽ അത്ഭുതം, യേശു 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 എന്ന് പറഞ്ഞാൽ അത്ഭുതം നടക്കത്തില്ല. ഇഫ് യു ആർ കണക്റ്റഡ് വിത്ത്, നമ്മൾ റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ തണുപ്പ് വരുമോ? ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ തണുപ്പ് ഒരിക്കലും വരത്തില്ല. അത് എത്ര നല്ല ഫ്രിഡ്ജ് ആണെങ്കിലും, എത്ര വലിയ കൂടിയ ഫ്രിഡ്ജ് ആണെങ്കിലും, എത്ര നല്ല റെഫ്രിജറേറ്റർ ആണെങ്കിലും, റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ തണുപ്പ് വരത്തില്ല. പക്ഷേ എന്ത് ചെയ്യണം? ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് പവർ, അത് നോക്ക്, ആ സോഴ്സിലോട്ട് അത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് തണുപ്പ് വരുന്നത് പോലെ തന്നെ ഇഫ് യു ആർ കണക്റ്റഡ് വിത്ത് ദ സോഴ്സ്, ആ യേശു ക്രിസ്തുവുമായിട്ട് നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിൽ, ഞാനൊരു കാര്യം, ദ പവർ വിൽ ഫ്ലോ ത്രൂ യു, നിങ്ങളിലൂടെ. അതാണ് പത്രോസും യോഹന്നാനും പറയുന്നത്, ഞങ്ങൾക്കുള്ളത് ഒരു കാര്യം, ഞങ്ങൾക്ക് വേറൊരു ഐറ്റം ഇരിപ്പുണ്ട്, ഇത് ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം മിടുക്കുകൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ സ്വന്തം ഒന്നുമല്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. അവനാണ് ഞങ്ങൾക്ക് ഈ ശക്തി തന്നത്, അവനാണ് ഞങ്ങൾക്ക് ആ ബലം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വസിക്കുന്ന എല്ലാവരുടെ അകത്തിരിപ്പുണ്ട്. ഡോണ്ട് വാക്ക് ആസ് an ordinary with an extraordinary power reside. When an extraordinary power resides in you, അസാധാരണമായ ഒരു ദൈവശക്തിയാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. അത് തിരിച്ചറിയുന്നവർക്കായിട്ട് ഞാൻ കർത്താവേ, ഇവർക്ക് തിരിച്ചറിഞ്ഞു. ഇവൻ ചോദിച്ച കോയിനാണ്. അപ്പൊ പറഞ്ഞു, വെള്ളിയും പൊന്നും ഒന്നും അല്ല, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഇല്ല, പക്ഷേ വെള്ളിയും പൊന്നിനും വാങ്ങിക്കാൻ മേലാത്തത് ഞങ്ങളുടെ കയ്യിലുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയുന്നു പൈസ ഉണ്ട്, പൈസ, എൻ്റെ പൊന്നെ, പൈസ അല്ല കാര്യം, പൈസ അല്ല കാര്യം. നിങ്ങൾക്ക് യേശു ഉണ്ടെങ്കിൽ നന്മയും കരുണയും, ദൈവവചനം പറയല്ലേ, നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ അത് നിങ്ങളെ പിന്തുടരാൻ തുടങ്ങും. എവരിതിങ് വിൽ സ്റ്റാർട്ട് അക്കംപനിയിങ് യു. നന്മയും കരുണയും. യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പം യു ആർ കണക്റ്റഡ് വിത്ത് ദ സോഴ്സ്. ആ യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതാണ് 19-ാം അധ്യായത്തിലോട്ട് വരുമ്പം, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലോട്ട് വരുമ്പം പൗലോസിന്റെ കയ്യാൽ അസാധാരണമായ വീര്യപ്രവർത്തികൾ നടക്കുകയാണ്. തൻ്റെ കയ്യിൽ നിന്ന് റൂമാലും ഉത്തരിയോ ഒക്കെ കൊണ്ടുപോയി ഇടുമ്പോൾ രോഗികൾ സൗഖ്യമാണ്. ഇത് കണ്ടു നിന്ന ചില പാർട്ടികളുണ്ട്. സ്കേവായുടെ മക്കൾ, അവിടെ 19-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്യാൻ അവന്റെ മേൽ നിന്ന് റൂമാലും ഉത്തരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ ദേശാധിപതിയായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവരിൽ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരുണ്ടായിരുന്നു. എന്നാൽ ദുരാത്മാവ് അവരോട്, യേശുവിനെ അറിയുന്നു, പൗലോസിനെ പരിചയമുണ്ട്, പക്ഷെ നിങ്ങൾ ആരാണ്? ആർ യു കണക്റ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്? നിങ്ങൾ യേശുവുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണോ? വ്യക്തിപരമായ ബന്ധം നിങ്ങൾക്ക് യേശുവുമായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ നാമത്തിൻ്റെ ശക്തി ആർക്കും യേശുവിനെ ഉപയോഗിക്കാം, ആർക്കും ആ നാമം ഉപയോഗിക്കാം. കൊലോസ്യ ലേഖനം 3:17 പറയുകയാണല്ലേ, നിങ്ങൾ വാക്കിനാലോ നിങ്ങൾ ക്രിയയാലോ എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത് യൂസ് ഹിസ്
നെയിം, ആ യേശുവിൻ്റെ നാമത്തിൽ. അതാ പത്രോസും യോഹന്നാനും ചെയ്ത ആ നാമം ഉപയോഗിച്ചു. ഞങ്ങൾ വെള്ളിയും പൊന്നും അല്ല ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ വെള്ളിക്കും പൊന്നിനും പോലും മേടിക്കാൻ പറ്റാത്ത ഒരു സാധനം ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിലും ഏറ്റവും വലിയ ധൈര്യം, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അസാധാരണമായ സാധ്യതകളുണ്ട്, അസാധാരണമായ ശക്തിയുണ്ട്. പവർ അവിടെ ഇവർ പറഞ്ഞതുപോലെ, അതിൻ്റെ 4-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, നോക്ക് ഏത് ശക്തി കൊണ്ടോ നോക്ക് ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. നോക്ക്, ആ നാമവും ശക്തിയും 16-ാം വാക്യത്തിൽ പറയുക, അവന്റെ നാമത്തിലെ വിശ്വാസവും അവന്റെ നാമം നിമിത്തവും. നോക്ക്, ആ നാമം നിമിത്തം അത്ഭുത നാമമാണ്, അതാ കയ്യിൽ തന്നിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്യമാണ് ഫിലിപ്പി ലേഖനത്തിൽ, അവന്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങും. അവന്റെ നാമത്തിൽ ഭൂലോകന്റെയും അധോലോകന്റെയും സ്വർലോകന്റെയും സകല മുട്ടും മടങ്ങും. ആ നാമം, ദാറ്റ്സ് എ മോസ്റ്റ് പവർഫുൾ നെയിം. നോക്ക്, ഈ ഭൂമിയിൽ ഏറ്റവും ശക്തിയുള്ള നാമം, സ്വർഗത്തിൽ ഏറ്റവും ശക്തിയുള്ള നാമം. നോക്ക്, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു പദപ്രയോഗമാണ്. നോക്കാം, സ്വർഗം തുറക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. പാതാള ഗോപുരം കുലുങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. ആ നാമത്തിന്റെ മുമ്പിൽ എല്ലാം മടങ്ങും. ആ നാമത്തിന്റെ മുമ്പിൽ അസാധ്യതകൾ മാറും. ആ നാമത്തിന്റെ മുമ്പിൽ ഇന്ന് പ്രഭാതത്തിലും രോഗികൾ സൗഖ്യമാകും. നോക്കിവൻ മുടന്തനായിരുന്നു, ഇവൻ സൗഖ്യമായത് കണ്ട് ആ ദേശം മുഴുവൻ അത്ഭുതപ്പെട്ടു. അവനോട് ചോദിക്കും, നീ അവിടെ ആ ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ എടുക്കുന്ന വ്യക്തിയായിരുന്നില്ലേ, നിനക്കെങ്ങനെ അത് സംഭവിച്ച്? ഒറ്റ കാര്യമുള്ളൂ, യേശുവിന്റെ നാമം, അവന്റെ നാമത്തിന്റെ ശക്തി. നോക്ക്, ആ നാമം ഇന്നും പവർഫുൾ ആണ്. ഇന്ന് പകലും ആ നാമത്തിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. യൂസ് ഇറ്റ്. ആ നാമം ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച്, നിങ്ങളുടെ സമ്പത്തിൽ ഉപയോഗിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തിൽ ഉപയോഗിച്ച്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ആ നാമം ഉപയോഗിച്ചാൽ അസാധാരണമായ വാതിലുകൾ തുറക്കും. പൈസയ്ക്ക് വാങ്ങാൻ പറ്റാത്തത് ആ നാമത്തിന് തരാൻ പറ്റും. അവൻ ചോദിച്ച പൈസ കയ്യാണ് നീട്ടിയത്. എന്നെ ഇന്ന് ഭയങ്കരമായിട്ട് എന്നെ സന്തോഷിപ്പിച്ചത് ആ വാക്കാണ്. നോക്ക്, അവർക്ക് പൈസ കിട്ടുമെന്ന് വെച്ചാണ് അവൻ കൈ നീട്ടിയത്. എന്നാൽ പൈസയ്ക്ക് വാങ്ങാൻ പറ്റാത്തതാണ് ഇവരുടെ കയ്യിലുള്ളത്. നോക്ക്, ഹോസ്പിറ്റലിന് ചിലപ്പം സഹായിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഡോക്ടർമാർ ചിലപ്പം പറയുമായിരിക്കും, ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കത്തുള്ളൂ, ഞങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കത്തുള്ളൂ, ഇതിൽ കൂടുതൽ എല്ലാം ദൈവത്തിന്. ഡോക്ടർമാർ പറയുന്ന ഞാൻ ഡോക്ടർമാരെ എല്ലാം ബഹുമാനിക്കുന്നു കേട്ടോ. മെഡിക്കൽ സയൻസ് വലിയൊരു അനുഗ്രഹമാണ്. യേശു തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പം മെഡിക്കൽ സയൻസ് ഒരു അനുഗ്രഹമാണ്. പക്ഷേ മെഡിക്കൽ സയൻസ് പരാജയപ്പെടുമ്പോഴും പരാജയപ്പെടാത്ത ഒരു നാമമുണ്ട്. ആ നാമമാണ് യേശുവിൻ്റെ നാമം. ഐ ബിലീവ് ഇൻ ദ പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ നാമത്തിൻ്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ നാമം തന്നെ ആ നാമമാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കാനിടയായത്. ഈ ബാംഗ്ലൂർ ഇരിക്കുമ്പം ഒരു കാലത്ത് മദ്യപിച്ചൊക്കെ ഇവിടുത്തെ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് വഴിയും ഒക്കെ ബ്രിഗേഡ് റോഡ് വഴിയും ഒക്കെ മദ്യപിച്ച് ലക്കുകെട്ട് നടന്ന ഒരു കാലം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്നും എല്ലാം മാറ്റി ആ കർത്താവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ കർത്താവ് പകർന്നിരിക്കുക. ഹി ചേഞ്ച്ഡ് us. ഇന്നലെ ഒരാളോട് സംസാരിക്കുമ്പം നോക്ക് പറഞ്ഞു, ഒന്നിനും ഒരു മാറ്റവും ഇല്ല, എല്ലാം ബ്രദറെ പഴയതുപോലെ എല്ലാം പോകുവാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ പുള്ളി പറയുന്നത് എപ്പോഴും പഴയ കാര്യങ്ങളാണ്. ആ പഴയ എന്നാ അങ്ങനെയാ പോകുന്നത്. ആ പഴയ കാര്യം ഞാൻ പറഞ്ഞു, പഴയത് വിടാതെ ഒരിക്കലും പുതിയത് വരത്തില്ല. ഞാൻ ചോദിച്ചു, ബ്രദർ വിദേശത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് ഈയിടെ അമേരിക്കയ്ക്ക് പോയിട്ട് വന്ന എന്നെ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് തന്നെ, അമേരിക്കയ്ക്ക് വേണ്ടി പോകണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഒന്ന്, ഈ രാജ്യം വിടും. ഇവിടം വിട്ടാലേ അവിടെ റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. വിതൗട്ട് ലീവിങ് ദിസ് പ്ലേസ് ഐ കനോട്ട് റീച്ച് US. മനസ്സിലായോ? അതുപോലെ ഇന്ന് കടന്നു പോകുന്ന ചില കാര്യങ്ങൾ വിട്ടാൽ മാത്രമേ അവിടെ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പിന്നെ യേശുവിലുള്ള വ്യക്തിയോട് പറയാം, ശക്തമായ ഒരു നാമമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അസാധാരണമായ സാധ്യതകളാണ് ഇരിക്കുന്നത്. വൈ ഡോണ്ട് യു യൂസ് ഇറ്റ്? അവൻ്റെ നാമം ഒന്ന് ഉപയോഗിച്ചൊന്ന് നോക്കിക്കേ. ആ നാമം ഒന്ന് എൻജോയ് ചെയ്തേ. ആ നാമത്തിൻ്റെ ശക്തി ജീവിതത്തിൽ ഒന്ന് ആസ്വദിച്ചേ. വെറുതെ പറഞ്ഞ്
പോകാൻ വേണ്ടിയല്ല. കേട്ട് നമുക്ക് ഒത്തിരി പേർക്ക് പ്രസംഗം കേൾക്കാൻ ഇഷ്ടമാണ്. ഒത്തിരി പ്രസംഗം കേട്ട് ആ പ്രസംഗം കേട്ട് പോകുകയല്ല. പ്രൈസ് അതിൻ്റെ പ്രാക്ടിക്കൽ. അതാണ് കർത്താവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഗമുണ്ട്. കർത്താവ് നോക്കിയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് രോഗികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയ കർത്താവ് അവരുടെ മേൽ കൈവച്ച് അവർക്ക് അധികാരം കൊടുത്തിട്ട് കർത്താവ് അവരെ അയക്കുകയാണ്. ഇനി നിങ്ങൾ കുറച്ച് നാളായല്ലോ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി, കുറച്ച് നാളായല്ലോ ഇതെല്ലാം കണ്ടു, ഇനി ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഐ ആം സെൻഡിങ് യു. അതുപോലെയാണ് ജോൺ 20:21 യേശു പറഞ്ഞത്, പ്ലീസ് എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നോക്ക് അങ്ങനെ യു ആർ സെൻഡ് ലൈക്ക് ദാറ്റ്. ആ ഒരു ഫീലിംഗ് ഞങ്ങൾക്കുള്ളത്, ആ പത്രോസ് പറഞ്ഞ് ഞങ്ങൾക്കുള്ളത്. He recognized it. He understood it. തനിക്ക് വേറൊരു സ്പെഷ്യൽ കിട്ടിയിട്ടുണ്ടെന്ന് തനിക്ക് നല്ല തള്ളി പറഞ്ഞിട്ട് ഓടിപ്പോയതാണ്. യഥാസ്ഥാനപ്പെടുത്തി മാളികമുറിയിൽ ഒന്നിച്ചിരുത്തി പരിശുദ്ധാത്മാവിനെ തന്നു. അപ്പം അവർക്കൊരു കാര്യം മനസ്സിലായി, വി ഹാവ് സംതിങ് മൈറ്റി വിത്ത് us. നിങ്ങൾക്കുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിനും അതുണ്ട്. You have the Holy Spirit in God. You have the same Spirit of God. ദൈവത്തിന്റെ അതേ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും പരാജയമാകാൻ പറ്റത്തില്ല. ഒന്നിനും നിങ്ങളെ താക്കാനോ തകർക്കാനോ സാധിക്കത്തില്ല. യു ആർ എ മൈറ്റി പേഴ്സൺ. നിങ്ങൾ അസാധാരണമായ ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. കാരണം വേറൊരു വാക്കി പറഞ്ഞാൽ ഞാൻ പറയും, യു ആർ ഗോഡ് വാക്കിംഗ് ഓൺ ദിസ് പ്ലാനറ്റ്. കർത്താവിന്റെ പകരക്കാരായിട്ട് നിങ്ങൾ നടക്കുകയാണ്. യു ആർ സ്റ്റാൻഡിങ് ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പകരക്കാരായിട്ട് ഈ ഭൂമിയിൽ നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഈ പവർ ഓഫ് അറ്റേർണി എന്ന് പറയുന്ന കാര്യമുണ്ട് അല്ലേ? പവർ ഓഫ് അറ്റേർണി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡു സംതിങ് ഓൺ ബിഹാഫ് ഓഫ് മീ. ഞാൻ ചെയ്യേണ്ട കാര്യം എനിക്ക് പകരമായി നിന്ന് ചെയ്യാനുള്ള അധികാരത്തിന്റെ പേരാണ് പവർ ഓഫ് അറ്റേർണി. കർത്താവ് അതേ പവറാണ് എനിക്കും നിങ്ങൾക്കും തന്നെ. അതേ പവർ ഓഫ് അറ്റേർണിയാണ് എനിക്കും നിങ്ങൾക്കും കർത്താവ് കൈമാറിയിരിക്കുന്നത്. യു സ്റ്റാൻഡ് ഓൺ ബിഹാഫ് ഓഫ് മീ. ഞാൻ നിൽക്കേണ്ടടുത്ത് ഞാൻ നമുക്ക് കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പം താൻ ചെല്ലേണ്ട പട്ടണങ്ങളിൽ ഈ 2 പേരായിട്ട് അവരെ ചെല്ലേണ്ട ഓൺ ബിഹാഫാണ്. അതുപോലെയാണ് കർത്താവ് വിട്ടിരിക്കുന്നത്. യേശു ഈ ഭൂമി വന്നപ്പം യേശുവിനെ പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. അതേ പരിശുദ്ധാത്മാവിനാണ് നിങ്ങളെയും നിറച്ചിരിക്കുന്നത്. യു ഹാവ് ദാറ്റ് സെയിം സ്പിരിറ്റ്. യേശുവിനെ നിറച്ച അതേ സബ്സ്റ്റാൻഡേർഡ് സ്പിരിറ്റ് അല്ല തന്നത്. യേശുവിന് ഇച്ചിരി വലിയ ആത്മാവിനെ കൊടുത്തു, എനിക്ക് ഇച്ചിരി ചെറിയ നോ. ജീസസ് യൂസ്ഡ് ഇറ്റ്. നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ? ആർ യു യൂസിങ് ദ ഹോളി സ്പിരിറ്റ്? നിങ്ങൾക്ക് ലഭിച്ച നമ്മൾ പലരും പറയും, ഐ വാണ്ട് മോർ, എനിക്ക് കൂടുതൽ വേണം. നല്ലതാണ്, കിട്ടിയത് ഉപയോഗിച്ച് കൂടുതൽ വരും. മറ്റേതെല്ലാം എന്ത് ചെയ്യുക? കെട്ടിക്കിടക്കുക. പണ്ട് തന്നതെല്ലാം കെട്ടിക്കിടക്കുക. ഒത്തിരി കൃപയകത്ത് കർത്താവ് തന്നിട്ടുണ്ട്, അത് മുഴുവൻ യൂസ് ഇറ്റ്. അതൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിക്കുമ്പം പുതിയത് തരും. ഫ്രഷ് അനോയിന്റിങ് വരും, പുതിയ ഗ്ലോറി വരും. അത് ഉപയോഗിക്കണം. നമുക്ക് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും they were seeing miracles after miracles. ഉപയോഗിച്ചാൽ മതി. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഫോർ എ ഫ്രഷ് അനോയിന്റിങ്. അതുപോലെ ഇന്ന് പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ചിലരോട് ഞാനൊരു ദൂത് പോലെ പറയുകയാണ്, മണി കാൺഡ് ബൈ. ചിലതിന് പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അത് പൈസയാ ചോദിച്ചപ്പോൾ എന്നാൽ പൈസയ്ക്ക് തരാൻ പറ്റാത്തത് ഒന്ന് തിരിച്ചങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ കർത്താവ് ചിലരെയൊക്കെ ജീവിതത്തിലോട്ട് അത് ചേരുന്നത് ഞാൻ കാണുകയാണ്. ഐ എം ഗോയിങ് ടു പ്രേ. ഇന്ന് പകൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു വലിയ മഹത്വം വീടുകളിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടച്ച് ജീവിതങ്ങളിൽ ഉണ്ടാകും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Let a new anointing fall upon them. യേശുവിൻ നാമത്തിൽ ആത്മാവിന്റെ ഒരു പുതിയ പകർച്ച ഇന്ന് കേൾക്കുന്ന മുഴുവൻ പേരുടെ മേലും വരട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല മുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ തകരട്ടെ. അവർക്ക് വിരോധമായി നിൽക്കുന്നത് എന്താണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തലാണ്. പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ നടക്കട്ടെ. ശരീരങ്ങൾ ഹീൽഡാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. തല മുതൽ കാൽ വരെ കർത്താവിന്റെ ഒരു ഹീലിംഗ്
വേവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരങ്ങൾ അടിക്കട്ടെ. എന്നെ കർത്താവ് കാണിക്കുകയാണ് ആർത്രൈറ്റിക് പെയിൻസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഫേറ്റൽ ആയിട്ടുള്ള സിക്നസ്സുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ബലം, പൂർണ്ണ ആരോഗ്യം ശരീരങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. സർജറികൾ മാറിപ്പോകട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കണ്ണിന്റെ കാഴ്ച റിസ്റ്റോർഡ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിൻ ഉള്ള ചില വ്യക്തികളെ കർത്താവ് എന്നെ കാണിക്കുന്നു. തല പൊട്ടിപ്പോകുന്നത് പോലെ, അതുപോലെ വോമിറ്റിംഗ് വരികയാണ്, തലവേദന എടുത്ത് ഛർദ്ദിക്കുന്ന അങ്ങനെയുള്ള ഈ മൈഗ്രെയിനുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയാണ് യേശുവിന്റെ നാമത്തിൽ. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. അതുപോലെ ഡിപ്രഷൻ, എല്ലാത്തിനെയും ഭയമാണ്, ഒന്നിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഭയത്തിന്റെ ആത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ, ദി സ്പിരിറ്റ് ഓഫ് ഫിയർ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു. വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ ഭയവും, എല്ലാ ഡിപ്രഷനും, എല്ലാ ആങ്സൈറ്റി, സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി യേശുവിന്റെ നാമത്തിൽ ലീവ് ദം, ലീവ് ദം, ലീവ് ദം, ലീവ് ദം. എല്ലാത്തിനെയും ഒരു ഭയമാണ്, എല്ലാത്തിനെയും നേരിടാൻ ഒരു ഭയമാണ്, എന്ത് കാര്യത്തിനും ഒരു ടെൻഷനാണ്. അങ്ങനെയുള്ള യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ടെൻഷൻസ് യേശുവിന്റെ നാമത്തിൽ, ആങ്സൈറ്റികൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് വലിയൊരു ഹീലിംഗ്, കർത്താവ് മനസ്സിന്റെ അകത്ത്, കർത്താവ് മനസ്സുകളെ തൊടുന്നതിനായി സ്തോത്രം. സൗഖ്യമാകട്ടെ. ബി ഹീൽഡ് ഇൻ ജീസസ് നെയിം. കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഭൗതികമായി, ഫിനാൻഷ്യൽ ഏറിയായി വലിയ ഹീലിംഗ് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ പുതുവഴികൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്നലെ രാത്രി തോമസുകാർ പറഞ്ഞൊരു വാക്ക്, ഐ എം ഗോയിങ് ടു ഡു എ ന്യൂ തിങ്. ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. ഒരു ന്യൂ, യേശുവിന്റെ നാമത്തിൽ പുതിയത്. കഴിഞ്ഞ വർഷം അവസാന സമയത്ത് ഒരു നവംബർ മാസത്തിൽ കർത്താവിനോട് ഈ വാക്യം സംസാരിച്ചു. ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. പണ്ടേ ഉള്ളത് ഓർക്കണ്ട. ലീവ് വാട്ട് ഇസ് ബിഫോർ യു. എന്താണ് പണ്ടേ ഉള്ളത്, എന്താ അതെല്ലാം ഒന്ന് വിട്ടേ. എന്നാൽ മാത്രമേ യു ക്യാൻ എൻ്റർ ദ ന്യൂ ഫേസ്. പുതിയ കാലഘട്ടത്തിലേക്ക് കയറണമെങ്കിൽ, പുതിയ തലത്തിലോട്ട് കയറണമെങ്കിൽ പണ്ടേ ഉള്ളത് ഉപേക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഫിനാൻഷ്യൽ ആയിട്ടുള്ള വലിയ എക്സലിംഗ് ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. അനുഗ്രഹിക്കുമ്പോൾ സാമ്പത്തികമായ വെല്ലുവിളികൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടുന്നത്. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അല്ല, തലമുറ ദൈവത്തിന്റെ ദാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അവരെ കുറിച്ച് വെറി ചെയ്യരുത്. അവരെ കർത്താവിന്റെ കയ്യിലൊന്ന് കൊടുത്തേ. ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, കർത്താവിന്റെ കൈ അടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നേ. നോക്കുക, അവിടെ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടു, അവനൊന്ന് തൊടേണ്ടതിന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ബ്രിങ് ദം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. എനിക്ക് ഭയങ്കര കുഞ്ഞുങ്ങളെ കുറിച്ച് ഒത്തിരി വെറി ചെയ്യുന്ന പേരൻസിനെ കർത്താവിനെ കാണിക്കുക. ഓരോ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വെറി ചെയ്യുന്നുണ്ട്, ചിലരുടെ വിവാഹത്തെക്കുറിച്ച് വെറി ചെയ്യുന്നുണ്ട്. ലീവ് ദറ്റ് വെറി ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ഡു നോട്ട് വെറി എന്ന കർത്താവ്. ഭാരപ്പെടരുത്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ധാരാളമായി ദൈവകൃപ നിന്റെ മക്കളുടെ മേൽ വരട്ടെ. അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എന്നാൽ ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. നോക്ക്, വാട്ട് മണി കാൻ ബൈ. പണത്തിന് വാങ്ങിക്കാൻ മേലാത്തത്. ദാറ്റ്സ് വാട്ട് ഇൻസൈഡ് യു ആൻഡ് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലൂടെ വെളിപ്പെടും. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമെന്ന് മാത്രമല്ല, യു വിൽ ബി എ സ്ട്രോങ്ങർ പേഴ്സൺ. എല്ലാ കാര്യത്തിലും യു വിൽ ബി എ സ്ട്രോങ്ങർ പേഴ്സൺ. ഒന്നിനും നിങ്ങളെ പിന്നെ താക്കാൻ സാധിക്കത്തില്ല. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഞങ്ങളുടെ ഈ മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് ബാംഗ്ലൂരിലാണ്, നാളെ മൈസൂരിലാണ്, സൺഡേ കാലിക്കറ്റിലാണ്. ആ മീറ്റിംഗ് ഒന്നിച്ച് കൂടിയിരിക്കുക. സഹോദരങ്ങളെല്ലാം ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുക. എനിക്കൊരു കാര്യം അറിയാം, ഇറ്റ് വിൽ ബി എ മൈറ്റി ഗിയർ ഷിഫ്റ്റ്.
ഒരു വലിയ ഷിഫ്റ്റ് ആയിരിക്കും, ഒരു ഗിയർ ഷിഫ്റ്റ് ആയിരിക്കും ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ മീറ്റിങ്ങുകൾ. ഒന്നിച്ചുള്ള കൂടിവരവ്, ഒരു പ്രത്യേക ഗ്ലോറി ഇറങ്ങാൻ പോവുകയാണ്. ദൈവത്തിന്റെ വലിയൊരു ടച്ച് ഉണ്ടാകാൻ പോവുകയാണ്. സോ ഐ എം ഹിയർ വിത്ത് ഗ്രേറ്റ് എക്സ്പെക്ടൻസി. ഞാൻ പ്രതീക്ഷയോടെ, ഞാൻ പ്രാപിക്കാനാണ് വന്നത്, ഞാൻ ശുശ്രൂഷിക്കാൻ വന്നൊന്നുമല്ല, ഞാൻ പ്രാപിക്കാൻ വന്നതാണ്. ദൈവസന്നിധിയിൽ ഇരിക്കുക, കൂട്ടായ്മ ആചരിക്കുകയാണ്. പ്രൈസ്. വലിയ പകർച്ചകൾ, ഞാൻ പകർച്ചകളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പകർച്ചകളുണ്ടാവും, എൻകൗണ്ടേഴ്സ് ഉണ്ടാവും. എൻകൗണ്ടേഴ്സ് വിൽ ചേഞ്ച് യു അപ്സൈഡ് ഡൗൺ. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഹാവ് എ വണ്ടർഫുൾ ഡേ. കർത്താവ് ധാരാളം 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 നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ മെനി പീപ്പിൾ. നമ്മൾ ഷെയർ ചെയ്യുമ്പം പലപ്പോഴും നോക്ക്, ചിലർക്ക് ഒരു ലൈഫ് ലൈൻ ആയിരിക്കും. ചിലപ്പോൾ അത് കിട്ടുന്ന ഒരൊറ്റ വാക്ക് ദാറ്റ് വിൽ ബി ലൈഫ്, ജീവനായിരിക്കും ചിലപ്പോൾ. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ. ചിലരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, സൂയിസൈഡ് ചെയ്യുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നു എങ്കിൽ, ആവശ്യമില്ല, ഒരു വേ ഉണ്ട്, ആൻഡ് ദ വേ ഈസ് ജീസസ്, ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത്, പറഞ്ഞോണം. കിട്ടുന്ന അവസരത്തിൽ എവിടെ കിട്ടിയാലും പറഞ്ഞു. സുവിശേഷം മതം മാറ്റുന്നതല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. ഞാൻ ആവർത്തിച്ച് പറയാം, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ റിലേഷൻ വിത്ത് ഫാദർ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തത്. നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ട് അല്ലേ? റിലീജിയൻ ഉണ്ടോ? അപ്പനും മക്കളും തമ്മിൽ ഒരു റിലീജിയനും ഇല്ല. അപ്പന് വി ഹാവ് എ റിലേഷൻ. നമുക്ക് അപ്പനും മക്കളും തമ്മിൽ എന്നാ ഉള്ള ബന്ധമാണ്. അതുപോലെ തന്നെ ഗോഡ് ഈസ് ബിക്കമിങ് യുവർ ഫാദർ ആൻഡ് യു ആർ റിലേറ്റഡ് ടു ഹെവൻ. യു ആർ റിലേറ്റഡ് ടു യുവർ ഫാദർ ആൻഡ് ഹി ഫ്ലോസ് ത്രൂ യു. നിങ്ങളിലൂടെ അവൻ ഒഴുകാൻ തുടങ്ങും. സോ ഗോഡ് ബ്ലെസ് യു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് കാണാം. And Jesus Christ is coming back. ഓർത്തോണം, ഓരോ ദിവസവും. ഇന്നായിരിക്കുമോ? ചിലപ്പം വന്നേക്കാം, അറിയത്തില്ല. എനി ടൈം ഹി മേ സ്പ്ലിറ്റ് ദ സ്കൈ. സോ ലെറ്റ് us അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു, ലവ് യു ആൻഡ് പ്രേ ഫോർ us also. God bless you.